വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് 10-ാം ഉദയമാണ്. കുളങ്ങരയമ്മയുടെ സന്നിധിയിലാണ്. ഇന്ന് കുളങ്ങരയമ്മ ആറാട്ടിനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കൊറോണ കാലത്ത് മാത്രമാണ് കുളങ്ങരയമ്മ ജീവിതയിൽ ആറാടാൻ പോയിരുന്നത്. എന്നാൽ ഈ വർഷം കോടതി ഉത്തരവും അതോടൊപ്പം അത് ഇപ്പം നിലവിലില്ലെങ്കിലും ആനകളുടെ ഇപ്പോഴുള്ള സ്വഭാവം അത്ര ശരിയല്ലാത്തത് കൊണ്ടൊക്കെ ആയിട്ട് ഇപ്രാവശ്യം കുളങ്ങരയമ്മയെ ജീവിതയിലാണ് ആറാട്ടിനായി എഴുന്നള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുളങ്ങരയമ്മ ആറാടുവാനായി ആറാട്ടുകടവിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കുളങ്ങരയമ്മയെ രാവിലെ 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ആറാട്ടിനായിട്ട് എഴുന്നള്ളിച്ചു. ഇപ്പോൾ അമ്മയെ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിക്കുകയാണ്. ക്ഷേത്രത്തിന് അകലെയുള്ള ഇറ്റനായർ കടവിൽ വെച്ചാണ് അമ്മയുടെ ആറാട്ട് നടക്കുന്നത്. ഇപ്പോൾ അമ്മയെ ആറാട്ടുകടവിലേക്ക് ആറാട്ടുകടവിൻ്റെ അവിടെ ഉള്ള ജനങ്ങൾ സ്വീകരിക്കുകയാണ്. അമ്മയെ ആറാട്ടിനായിട്ട് ആറാട്ടുകടവിലേക്ക് അഷ്ടമംഗല്യത്തിൻ്റെയും താലപ്പൊലിയുടെയും മകമ്പടിയോടെ സർവ്വ ആചാര മര്യാദകളോടുകൂടി അമ്മയെ ആറാട്ടുകടവിലേക്ക് സ്വീകരിക്കുകയാണ്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്, മൈക്ക് സെറ്റും താലപ്പൊലിയും അത് ഇടയ്ക്ക് കയറി വരുന്നത്, ക്ഷമിക്കുക. ഇപ്പോൾ അമ്മ ആറാടുവാനായി ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളുകയാണ്. അമ്മ ആറാട്ടിനായിട്ട് കടവിലേക്ക് വരികയാണ്. വഞ്ചിപ്പാട്ടിൻ്റെ ഒക്കെ അകമ്പടിയോടെയാണ് അമ്മ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളുന്നത്. അഷ്ടമംഗല്യവും എല്ലാത്തിൻ്റെ അകമ്പടിയോടെ അമ്മ ആറാട്ടുകടവിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അമ്മയെ പാലുകൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. നമ്മൾ ആറാട്ടിൻ്റെ മുഴുവനും എടുത്തില്ല, ലോങ് ആകുന്നത് കൊണ്ട് ഓരോ ഭാഗങ്ങളായിട്ടുള്ളത്. അമ്മ ഇപ്പോൾ ആറാടുകയാണ്. ബുധനൂരിൻ്റെ ഒരു ദേശത്തിൻ്റെ പരദേവത, ബുധനൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായ കുളങ്ങരയമ്മ, ബുധനൂരിൻ്റെ രക്ഷകിയായ കുളങ്ങരയമ്മയുടെ ആറാട്ടാണ്. ഇപ്പോൾ അമ്മ ആറാടി കയറിയിരിക്കുകയാണ്. ഇപ്പോൾ കുളങ്ങരയമ്മയെ ആറാട്ട് പന്തലിലേക്ക് എഴുന്നള്ളിക്കുകയാണ്. കുളങ്ങരയമ്മ ആറാടി കയറി പന്തലിൽ അമ്മ പൂജയും സേവയും കഴിഞ്ഞ് അമ്മ നമ്മുടെ ആറാട്ടുകടവിൻ്റെ മുകളിലായി റോഡിൽ സജ്ജീകരിച്ച പന്തലിലിരുത്തി ഭക്തജനങ്ങളിൽ നിന്ന് പറയൊക്കെ സ്വീകരിച്ച അമ്മ ആറാടി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങുകയാണ്. പഞ്ചവാദ്യവും പഞ്ചാതി മേളവും അങ്ങനെയൊക്കെ പ്രാവശ്യം ഉണ്ടായിരുന്നു. പ്രാവശ്യം ആനയില്ലാത്തത് കൊണ്ട് അതും പകരമായിട്ടുള്ള മേളവാദ്യങ്ങളൊക്കെ ദേവസ്വം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അമ്മ ആറാടി തിരിച്ച് മടങ്ങുകയാണ്. അമ്മയെ സ്വീകരിക്കാൻ രണ്ട് കരയിലെയും സ്ത്രീജനങ്ങളും എല്ലാവരും എത്തിയിട്ടുണ്ട്. കുത്തുവിളക്കിൻ്റെയും അഷ്ടമംഗല്യത്തിൻ്റെയും അമ്പടിയോടെ അമ്മ തിരിച്ചെഴുന്നള്ളുകയാണ്. സർവാഭരണ വിഭൂഷിതയായ കുളങ്ങരയമ്മ. ഇപ്പോൾ കുളങ്ങരയമ്മ മകൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. കുളങ്ങരയമ്മയുടെ പുത്രസ്ഥാനനായ പടിഞ്ഞാറ്റിശ്ശേരി സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത അമ്മ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം അമ്മയിൽ പ്രകടമാണ്. അമ്മ സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുക്കലെത്തി മകനെ കണ്ട് അമ്മ തിരിച്ചു മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അമ്മയുടെ ഈ വർഷത്തെ ഉത്സവങ്ങൾ നാളെ സമാപിക്കും. അമ്മ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് മടങ്ങുകയാണ്. നാളെ രാവിലെ 10-ാം ഉദയം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വെളുപ്പിന് സമയത്ത് പള്ളിവിളക്ക് ഇപ്പോൾ അമ്മ ക്ഷേത്ര മൈതാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അമ്മയെ മെഴുവട്ടക്കുടകളുടെയൊക്കെ അകമ്പടിയോടെ സ്വീകരിച്ച് പന്തലിലേക്ക് ഇരുത്തി അവിടെയും പറയൊക്കെ സ്വീകരിച്ച് അമ്മ 7 പ്രദക്ഷിണത്തിന് ശേഷം ശ്രീലകത്തേക്ക് അണയുന്നതിന് മുമ്പ് കൊടിമരച്ചുവട്ടിൽ പൂജകൾക്ക് ശേഷം കൊടിയിറങ്ങിയിട്ട് ശേഷമാണ് അമ്മ ശ്രീലകത്തേക്ക് മടങ്ങുന്നത്. ഇപ്പോൾ അമ്മ 7 വലത്ത് പൂർത്തിയാക്കി 7 പ്രദക്ഷിണത്തിന് ശേഷം അമ്മ ആനക്കൊട്ടിലേക്ക് എഴുന്നള്ളി വരികയാണ്. അമ്മയുടെ ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. അടുത്ത ആറാട്ടിനും 10-ാം ഉദയത്തിനും വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അമ്മ ആനക്കൊട്ടിലേക്ക് എഴുന്നള്ളി പീഠത്തിലിരിക്കുകയാണ്. കൊടി ഉടൻ തന്നെ ഇറങ്ങും. ഇപ്രാവശ്യം നേരത്തെയാണ് കൊടി ഇറങ്ങുന്നത്. എല്ലാ വർഷവും സാധാരണ 9 മണിക്കൊക്കെ ആറാടാൻ പോയി 3 മണി ഒക്കെ തിരിച്ചെഴുന്നള്ളി 6 മണി 5:30-6 മണിയൊക്കെ ആവും കൊടി ഇറങ്ങും. പ്രാവശ്യം പണ്ടൊക്കെ നേരത്തെ ഇറങ്ങുമായിരുന്നു. 9 മണി കഴിഞ്ഞ് ഉച്ചയൂണൊക്കെ വീടുകളിൽ നിന്നായിരുന്നു ആറാട്ട് കഴിഞ്ഞ് വന്ന് കൊടി ഇറങ്ങിയിട്ടായിരുന്നു പണ്ടൊക്കെ കഴിച്ചത്. പ്രാവശ്യം കരയോഗത്തിൽ അത് ഉന്നയിക്കുകയും അതുപോലെ
അതുപോലെ തന്നെ കരയോഗ തീരുമാനപ്രകാരം പഴയ രീതിയിൽ നടത്താനും തീരുമാനിച്ചു. പക്ഷേ 7 മണിക്ക് എഴുന്നള്ളിക്കുമെന്ന് വെച്ച് സ്വല്പം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയായിരുന്നു. തിരിച്ച് എഴുന്നള്ളി വന്നപ്പോൾ 10-11 മണി കഴിഞ്ഞ് 11 മണിയായി അവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ ആറാട്ടുകടവിൽ നിന്ന്. അപ്പോൾ അമ്മയുടെ തൃക്കൊടി ഇറക്കമാണ് നമ്മൾ കാണുന്നത്. ആദിപരാശക്തിയായ അമ്മയുടെ കൊടി ഇറങ്ങിയിരിക്കുകയാണ്. നാളെ രാവിലെ നടക്കുന്ന പള്ളിവിളക്ക് മഹോത്സവത്തോടു കൂടിയാണ് അമ്മയുടെ 10ാമതേ മഹോത്സവവും അതുപോലെ തന്നെ അമ്മയുടെ ഈ വർഷത്തെ ഉത്സവവും അവസാനിക്കുന്നത്. ഇപ്പോൾ കൊടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ഈ 10ാമതേ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക് യു ഓൾ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.